അങ്ങനെ ഔതക്കുട്ടിച്ചായനും അലീനയും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഔതക്കുട്ടിച്ചായൻ ശരിക്കും പുനലൂരിൽ നിന്നിങ്ങോട്ട് വന്ന് കുളത്തുപുഴയിലേക്ക് വന്നത് അലീനേനെ അവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി താമസിപ്പിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് കെട്ടിച്ചു വിടണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പക്ഷെ അലീനേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം തൻ്റെ ഭാര്യയായിരുന്ന ചിന്നമ്മ എഴുന്നേറ്റ് വന്ന പോലെ, അല്ലെങ്കിൽ മരിച്ചെടുത്ത് എണീറ്റ് വന്ന പോലെ ഒരു പ്രതീതിയാണ് കേട്ടോ ശരിക്കും ഔതക്കുട്ടിച്ചായന് തോന്നുന്നത്. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ്റെ ആഗ്രഹങ്ങൾ, അവളെ പറഞ്ഞു വിടണം എന്നുള്ള എല്ലാ അത്യാഗ്രഹങ്ങളും മാറി ഔതക്കുട്ടിച്ചായൻ ശരിക്കും അലീനയെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നിടത്താണ് നമ്മൾ ഈ കഥ അവസാനിപ്പിച്ചത്. അപ്പം നമുക്ക് തുടർന്നാലോ? സ്വാഗതം. അതുകൊണ്ട് വല്യപ്പച്ചൻ എന്നെ പറഞ്ഞയച്ചാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് ആർക്കും ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിനാ? മറിച്ച് ചില കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പപ്പയുടെ ഭാര്യ, മക്കൾ, മറ്റു ബന്ധുക്കൾ ഇങ്ങോട്ട് വരണമെന്ന് ആശിച്ചു വന്നതല്ല ഞാൻ. കടപ്പാട്ടൂരെ അച്ഛൻ്റെ കടമ ചെയ്തതാ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. പപ്പയെയും വല്യച്ഛനെയും ഒക്കെ കാണാൻ പറ്റിയല്ലോ. ആ സന്തോഷം തന്നെ ധാരാളം. ഞാൻ പൊയ്ക്കോളാം. ഔതക്കുട്ടിച്ചായൻ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ശത്രുപാളയത്തിൽ നിന്നെന്ന പോലെ നുഴഞ്ഞു കയറി വന്ന ഒരു പെണ്ണ്. അവൾ ലാലിച്ചന്റെ മകളായിരിക്കാം. എന്നാലും അവളുടെ വരവിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കണം. ഒരു വിഷവിത്തായി ഈ കുടുംബ ചുറ്റുപാടുകളിൽ വളർന്നു വളരാൻ ഇടയാക്കരുത്. എന്തെങ്കിലും കൊടുത്ത് ശല്യം ഒഴിവാക്കണം. ഈ വിധ ചിന്തകളോടെയാണ് ഔതക്കുട്ടിച്ചായൻ പുനലൂരിൽ നിന്നും കുളത്തോപ്പുഴയ്ക്ക് തിരിച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. പൂവ് പോലെ ഒരു പെൺകിടാവ്. അവൾക്ക് സ്വാർത്ഥ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒട്ടും ഇണങ്ങാത്ത ഈ സ്ഥലത്ത് വന്ന് ഒഴിഞ്ഞു പോയാൽ മതി അവൾക്ക്. ഇവിടെ വന്ന് ഒരു ചൂലെടുത്ത് നിന്നെ അടിച്ചോടിക്കാനൊന്നും വന്നതല്ല വല്യപ്പച്ചൻ. ഔതക്കുട്ടിച്ചായൻ ഒരു കസേരയിലേക്കിരുന്നു. ഇരിക്കുമോളെ, എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. വല്യപ്പച്ചന് കുടിക്കാൻ എന്താ വേണ്ടത്? കുടിക്കാനൊക്കെ അവൻ തന്നു. അലീന മുഖം ചെരിച്ചൊരു നോട്ടം നോക്കി. ചെറുപ്പത്തിൽ കൂട്ടുകാരൊക്കെ കൂടി കള്ളു കുടിച്ചിട്ട് പാതിരായ്ക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ചിന്നമ്മ നോക്കാറുള്ള അതേ നോട്ടം. അതിൽ പരിഭവമുണ്ട്, സങ്കടമുണ്ട്, സ്നേഹശാസനയുണ്ട്, ഒരൽപ്പം ദേഷ്യമുണ്ട്, അപേക്ഷയുണ്ട്. പിന്നെയും പിന്നെയും വേർതിരിച്ചറിയാനാകാത്ത അനേകം അർത്ഥങ്ങളുണ്ട്. വൃദ്ധൻ പഴയൊരു ഓർമ്മയിൽ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും ലാലിച്ചന്റെ മോളാണല്ലോ നീ. ലാലിച്ചനോ? അലീന അതിശയത്തോടെ ചോദിച്ചു. സ്റ്റാൻലിക്ക് ചിന്നമ്മയിട്ട പേരാ. ചിന്നമ്മയെന്ന് വെച്ചാ എൻ്റെ ഭാര്യ, നിന്റെ വല്യമ്മച്ചി. പാവം, മരിച്ചുപോയി. സ്റ്റാൻലിയെ അവളങ്ങനെ വിളിക്കുമായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളും അത് തന്നെ വിളിച്ച് ശീലിച്ചു. ലാലിച്ചൻ. അലീന മൃദുവായി ആ പേരുച്ചരിച്ചു. ആലിപ്പഴം പോലത്തെ പേര്. പക്ഷേ പേരും ആളും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്നുള്ള പേര് തന്നെയാ ചേർച്ച. അലീന പുഞ്ചിരിയോടെ പറഞ്ഞു. ഔതക്കുട്ടിച്ചായൻ ഉറക്കെ ചിരിച്ചു. ഇതൊന്നുമല്ലായിരുന്നു അവന്റെ സ്വഭാവം, മെരുങ്ങിയതാ. അലീനയ്ക്ക് കേട്ട് ചിരി വന്നു. നേരത്തെ മനുഷ്യനൊന്നും അല്ലായിരുന്നോ? കടുവയല്ലായിരുന്നോ? കടുവ. ഔതക്കുട്ടിച്ചായൻ ചിരിയോടെ പറഞ്ഞു. ദോഷം പറയരുതല്ലോ, എൻ്റെ ചെറുപ്പത്തിലെ സ്വഭാവം തന്നെയാ ലാലിച്ചന് കിട്ടിയിരിക്കുന്നെ. അതായത് ഒരു വീട്ടിൽ 2 കടുവ ഉണ്ടായിരുന്നെന്ന് ചുരുക്കം. അലീനയുടെ നാവിൽ കുസൃതി വിളഞ്ഞു. ഔതക്കുട്ടിച്ചായൻ നിയന്ത്രണം വിട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ എങ്ങനെയാ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിന്നോടൊരിഷ്ടം തോന്നിയത്? അതാ എനിക്ക് അതിശയം. പണ്ടേ ആരോടും മമതയില്ലാത്തവനാ. ഓ, എന്നോട് അത്രയ്ക്കിഷ്ടമൊന്നുമില്ല. പിന്നെ ഈ മുറി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മുൻപ് കണ്ടിട്ടുള്ള മുറിയേ അല്ല ഇത്. ഇത്തിരി സ്നേഹമൊക്കെ കാണുമായിരിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അവൻ്റെ ഉള്ളിൽ കണ്ടവരാരുമില്ല മോളെ. സ്നേഹമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ദേഷ്യമായിരിക്കും, ദേഷ്യമാണെന്ന് വിചാരിക്കുമ്പോൾ സ്നേഹമായിരിക്കും. എന്നോടേ ഉള്ളൂ അവൻ ഇത്തിരി മയം. ബാക്കിയുള്ളവർക്ക് അവനോട് മിണ്ടാൻ പോലും പേടിയാ. അയ്യോ, ഞാനതുകൊണ്ട് അധിക പ്രസംഗമൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ട് എന്നെ വഴക്കു പറഞ്ഞില്ല. അതല്ലയോ മോളെ ഞാൻ പറഞ്ഞത്, അവന് നിന്നോടെന്തോ ഒരു അലിവ് തോന്നിയിട്ടുണ്ടെന്ന്. വല്യപ്പച്ചൻ എന്നെ മോളേന്നൊന്നും വിളിക്കണ്ട. പിന്നെ എനിക്ക് ഇവിടുന്ന് പോകാൻ മനസ്സ് വരില്ല. പറഞ്ഞയക്കുന്നെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞയക്കണം, സ്നേഹിച്ച് സങ്കടപ്പെടുത്തരുത്. ഔതക്കുട്ടിച്ചായൻ വല്ലാതായി. ഞാനല്ലല്ലോ, ലാലിച്ചനല്ലേ തീരുമാനിക്കേണ്ടത് പറഞ്ഞയക്കണോ വേണ്ടയോ എന്ന്. വല്യപ്പച്ചനും തീരുമാനിച്ചുകൊണ്ടല്ലേ വന്നത്. അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. വൃദ്ധനൊന്ന് പരിങ്ങി. തീരുമാനങ്ങൾ അഴിക്കുകയും മുറുക്കുകയുമൊക്കെ ചെയ്യാമല്ലോ. കയ്യൊപ്പിട്ട എഗ്രിമെന്റ് ഒന്നുമല്ലല്ലോ അത്. ഔതക്കുട്ടിച്ചായൻ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. കൊച്ചേ, നീ ഒരു കാര്യം ചെയ്, എന്തെങ്കിലും കുടിക്കാനെടുക്ക്. ചായയോ കാപ്പിയോ നിന്റെ ഇഷ്ടം പോലെ.
കള്ളു കുടിച്ചെന്നല്ലേ പറഞ്ഞത്? അതൊന്നും സാരമില്ല, ഞാൻ ആൻ്റപ്പൻ ചേട്ടനോട് പറയാം. ഒരു ചായ എടുക്കാനൊന്നും നിനക്കറിയത്തില്ലേ? അറിയാം. ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ കയറി വല്ലതും ചെയ്താ കേണല് ചെവിക്ക് പിടിക്കുമോന്നാ പേടി. അത് ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. അലീന കിച്ചണിലേക്ക് പോയി. പിന്നാലെ ഔതക്കുട്ടിച്ചായനും ചെന്നു. അലീന ചായ ഇടാൻ ഭാവിച്ചപ്പോൾ പൗലോസ് തടഞ്ഞു. കുഞ്ഞെ, അതവിടെ വച്ചേക്ക്. മുതലാളിയുടെ ചീത്ത ഞാൻ കേൾക്കണോ? നിന്റെ മുതലാളിയോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. ഔതക്കുട്ടിച്ചായൻ പറയുന്നത് കേട്ട് പൗലോസ് തല തിരിച്ചു നോക്കി. എന്നിട്ട് അസ്പഷ്ടമായ സ്വരത്തിൽ എന്തോ പിറുപിറുത്തു. അലീന ചായ ഇട്ടു. ഒരു കപ്പ് ഔതക്കുട്ടിച്ചായന്, മറ്റൊരു കപ്പ് പൗലോസിന്, അടുത്തത് അവൾക്കും. ഔതക്കുട്ടിച്ചായൻ ചായ രുചിച്ചു നോക്കി. എന്നിട്ട് പൗലോസിനോട് പറഞ്ഞു, ഇതിന്റെ പാകം ഈ പെങ്കൊച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചോടാ. എന്നെ കളിയാക്കിയതാ അല്ലേ? അലീന തമാശ മട്ടിൽ ഔതക്കുട്ടിച്ചായനോട് ചോദിച്ചു. ആണെന്ന് വെച്ചോ, പക്ഷെ എനിക്കിനി ഇങ്ങനത്തെ ചായ മതി. നീ തന്നെ ഇട്ട് തരികയും വേണം. കള്ളു കുടിച്ചു വയറ്റിലോട്ട് ചായ ചെല്ലുമ്പോ പിരിഞ്ഞു പോവില്ലേ വല്യപ്പച്ച? പാല് പിരിയണ പോലെ പിരിഞ്ഞോട്ടെ, ആർക്ക് ഛേദം? ചിന്നമ്മ ഉണ്ടാക്കി തന്ന എന്തുമാത്രം ചായ അങ്ങനെ പിരിഞ്ഞു പോയിരിക്കുന്നു. സംതൃപ്തമായ ചിരിയോടെ ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു. ചായ കുടിച്ച കപ്പ് അയാൾ അലീനയെ ഏൽപ്പിച്ചു. ഞാൻ ലാലിച്ചനെ ഒന്ന് കണ്ടേച്ചു വരാം. അയാൾ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് പോയി. സ്റ്റാൻലി സോഫയിൽ മദ്യക്കുപ്പിക്കും ഗ്ലാസുകൾക്കും മുൻപിൽ ഇരിക്കുകയാണ്. അപ്പോഴും ഔതക്കുട്ടിച്ചായൻ കുപ്പി എടുത്തു നോക്കി. ഇത് പകുതിയായല്ലോ ലാലിച്ച. അപ്പച്ചൻ ഒരെണ്ണം കൂടി ഒഴിക്കട്ടെ? വേണ്ട വേണ്ട, അയാൾ സെറ്റിയിലിരുന്നു. ലാലിച്ച, നീ നിന്റെ കുടി കുറയ്ക്കണം. ഒരു പെങ്കൊച്ചി വീട്ടിലുണ്ടെന്ന ഓർമ്മ വേണം നിനക്ക്. അവൾക്ക് കുടിക്കണോരെയും വലിക്കണോരെയും ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പച്ചൻ അവളോട് സംസാരിച്ചോ? ആ, സംസാരിച്ചു. എന്ത് തോന്നി? എന്റെ സകല കണക്കുകൂട്ടലുകളും അവള് തെറ്റിച്ചു കളഞ്ഞല്ലോ ലാലിച്ച. ഞാൻ കരുതിയത് എങ്ങാണ്ടെന്ന് വലിഞ്ഞു കയറി വന്ന ഒരു അനാഥ പ്രേതമാണെന്നല്ലേ. അവളെന്തൊരു മിടുക്കി പെൺകുട്ടിയാ. അവള് നിന്റെ മോള് തന്നെയാ, അതെനിക്ക് ഉറപ്പായി. ഇനി സംശയമൊന്നുമില്ലല്ലോ? യാതൊരു സംശയവും ഇല്ല. അതല്ല ലാലിച്ച എനിക്ക് അതിശയം. നിന്റെ അമ്മയുണ്ടല്ലോ ചിന്നമ്മ, അവൾ എവിടെ പോയെന്ന് നോക്കണ്ട. അതേ രൂപം, അതേ നോട്ടം, അതേ ചിരി, ആ വർത്തമാനം പോലും അതേപടി തന്നെ. ഔതക്കുട്ടിച്ചായൻ ആത്മസംതൃപ്തിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ലാലിച്ച, നീ അവളോട് കുറച്ചുകൂടിയൊക്കെ സ്നേഹത്തോടെ പെരുമാറണം കേട്ടോ. അതിന്റെ ഒരു സങ്കടം അവൾക്കുണ്ട്. അപ്പോൾ അവളെ പറഞ്ഞേക്കേണ്ട ഇവിടുന്ന്. അപ്പച്ചൻ അതിനല്ലേ വന്നത്? അത് ശരിയാ. വൃദ്ധനൊന്നഴിഞ്ഞു. പക്ഷെ അതൊന്നുകൂടെ ആലോചിച്ചിട്ട് മതി. സമയമുണ്ടല്ലോ. സമയമില്ലല്ലോ. അപ്പച്ചൻ ഉടനെ തിരിച്ചു പോകണ്ടേ? എനിക്കത്ര ധൃതിയൊന്നുമില്ല. അല്ല, ഉച്ച കഴിയുമ്പോ പുനലൂരിൽ ചെന്നിട്ട് എന്തോ പരിപാടിയുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഞാനങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നാ ഞാൻ ആ പരിപാടി മാറ്റിവെച്ചു. എനിക്ക് നാളെ പോയാലും മതി. ഔതക്കുട്ടിച്ചായൻ കപട ഗൗരവത്തിൽ പറഞ്ഞു. അങ്ങനാണെങ്കിൽ ഒരെണ്ണം കൂടി ഒളിക്കട്ടെ? സ്റ്റാൻലി ചിരിയോടെ ചോദിച്ചു. എനിക്ക് വേണ്ട. ഔതക്കുട്ടിച്ചായൻ എഴുന്നേറ്റു. ഞാൻ അവളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞ് തീർന്നില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അവളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണേ അപ്പച്ച. അവൾ ഓർക്കാപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ചില മർമ്മങ്ങളിലൊക്കെ ഒരു പിടുത്തം പിടിക്കും. അപ്പച്ചൻ വിഷമിച്ചു പോകുമേ. പെൺകുട്ടികളായാൽ അങ്ങനെ വേണം ലാലിച്ച. ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞിട്ട് ഔതക്കുട്ടിച്ചായൻ മുറി വിട്ടുപോയി. സ്റ്റാൻലി ഒരളവ് മദ്യം കൂടി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതിൽ സോഡ കലർത്തിയിട്ട് തൊട്ടടുത്തിരുന്ന ജർമ്മൻ ഷെപ്പേർഡിനോട് പറഞ്ഞു. അപ്പച്ചൻ നാളെയും പോവത്തില്ല, മറ്റന്നാളും പോവത്തില്ല. ജർമ്മൻ ഷെപ്പേർഡ് തലകുലുക്കി ചെവി കുടഞ്ഞു. വീട്ടിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പുതിയ ജീവിതചക്രത്തിന്റെ ചലനം 4-5 ദിവസമായി നിശബ്ദം നിരീക്ഷിക്കുകയായിരുന്നു വൈജയന്തി. തന്റെ അഭാവത്തിൽ അലീന രൂപപ്പെടുത്തിയ ചിട്ടകൾക്കനുസരിച്ചാണ് തന്റെ ഭർത്താവും മക്കളും ജീവിക്കുന്നതെന്ന തിരിച്ചറിവ് വൈജയന്തിയെ അരിശം കൊള്ളിച്ചു. എന്നും കുട്ടികൾ പുലർച്ചെ 5 മണിക്ക് ഉണരുന്നു. 6:30 മണിവരെ പഠിക്കുന്നു. പിന്നീട് കിച്ചണിൽ കയറുന്നു. ബബിതയും കൃഷ്ണജിയും മുറ്റം പങ്കുവെച്ച് തൂക്കുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഒരുക്കുന്നു. ഇടയ്ക്ക് രോഹിത്ത് അനുജത്തിമാരെ സഹായിക്കുന്നു. കൃഷ്ണജ അച്ഛനു കൃത്യമായി ചായയും മരുന്നും ഭക്ഷണവും എടുത്തു കൊടുക്കുന്നു. കുട്ടികൾ ക്ലാസ്സിൽ പോയി മടങ്ങി വന്നാൽ ഉടൻ ചായ കുടിച്ച് പത്രം വായനയും മറ്റുമായിരിക്കുന്നു. പിന്നെ വീടിന്റെ ഉൾഭാഗം തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നു. വസ്ത്രങ്ങൾ അലക്കുന്നു. അത്താഴമുണ്ടാക്കുന്നു. 6:30 മണിക്ക് സിറ്റൗട്ടിൽ വിളക്ക് കൊളുത്തുന്നു. 8:30 മണിക്ക് അത്താഴമേശയിലെത്തുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം. അരമണിക്കൂർ കുട്ടികൾ ലിവിംഗ് റൂമിലിരുന്ന്
അന്നന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ബാലചന്ദ്രമേനോനും അവരോടൊപ്പം കൂടുന്നു. കുറച്ചു സമയം TV കാണുന്നു. 10 മണിക്ക് ഉറങ്ങാൻ പോകുന്നു. ഇതെല്ലാം അലീന ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരങ്ങളാണെന്ന് വൈജയന്തിക്ക് മനസ്സിലായി. ആ പുതിയ രീതികളോട് ഇണങ്ങിച്ചേരാൻ വൈജയന്തി കൂട്ടാക്കിയില്ല. അലീനയോടുള്ള വൈരം ഇനിയും പുകഞ്ഞു കിടക്കുന്നു മനസ്സിനുള്ളിൽ. അതിനാൽ തന്നെ ആ വീട്ടിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ കൃത്യമായി ചലിച്ചുകൊണ്ടിരുന്ന ജീവിതചക്രത്തിൽ നിന്ന് വൈജയന്തി വേറിട്ട് നിന്നു. താൻ ഭർത്താവിൽ നിന്ന് മാത്രമല്ല തന്റെ മക്കളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നതായി വൈജയന്തിക്ക് അനുഭവപ്പെട്ടു. ഇതിനൊരറുതി വരുത്തണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ 4:30 മണിക്ക് വൈജയന്തി അലാറം വെച്ചുണർന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് കിച്ചണിലെത്തി. അല്പം വിഷമിച്ചിട്ടാണെങ്കിലും ജോലി തുടങ്ങി. 5 മണിക്ക് ഉണർന്നെണീറ്റു വന്ന ബബിതയും കൃഷ്ണജയും വൈജയന്തി കിച്ചണിലിരുന്ന് കറിക്കരിയുന്നതാണ് കണ്ടത്. അമ്മ എന്താ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ എണീറ്റു വന്ന് വേണ്ടാത്ത പണി ചെയ്യുന്നത്? ബബിത ചോദിച്ചു. വേണ്ടാത്ത പണിയോ? വൈജയന്തി അവളെ ക്രുദ്ധിച്ചു നോക്കി. ഇത് ഞങ്ങൾ ചെയ്തോളുമായിരുന്നല്ലോ. എനിക്കത്രയ്ക്ക് വയ്യായ്കയൊന്നുമില്ല. കാലിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഴപ്പം. കൈകൊണ്ട് ജോലി ചെയ്യാൻ ഒരു തടസ്സവുമില്ല. അമ്മയ്ക്ക് വിശ്രമം വേണ്ട സമയമല്ലേ ഇത്? ഞാൻ കുറെ കാലം വിശ്രമിച്ചില്ലേ? മതി. മാത്രമല്ല ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയുമില്ലല്ലോ. കുറേശ്ശെ ഓരോരോ പണികൾ ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ മടി പിടിച്ചു പോകും. അമ്മയല്ലല്ലോ മുൻപും ഇതൊന്നും ചെയ്തോണ്ടിരുന്നത്. അലീന ചേച്ചിയല്ലേ? കൃഷ്ണജ ചോദിച്ചു. അലീന ചേച്ചി? അവൾ എന്നാടി ഈ വീട്ടിൽ കയറി വന്നത്? അതിനു മുൻപ് എത്ര വേലക്കാരികൾ ഇവിടെ നിന്നിട്ടുണ്ട്. അവരുടെ ഒന്നും പേര് നിനക്ക് ഓർമ്മയില്ലേ? വൈജയന്തിക്ക് ദേഷ്യം പിടിച്ചു. ഞങ്ങൾ എന്തിനാ ഈ വീട്ടിൽ ജോലി ചെയ്ത വേലക്കാരികളുടെ എല്ലാം പേരോർത്തിരിക്കുന്നത്? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമോ? ബബിതയും വിട്ടുകൊടുത്തില്ല. ഈ അലീന ചേച്ചിക്ക് മാത്രമെന്താ ഇത്ര പ്രത്യേകതയെന്നാ ചോദിച്ചേ. ശമ്പളം മേടിച്ചോണ്ട് തന്നെയല്ലേ അവളും ജോലി ചെയ്തത്? ശമ്പളം മാത്രമല്ലായിരുന്നല്ലോ, കിമ്പളവും. അതിന്റെ പുറമെ ബോണസും ദുരിതാശ്വാസവും ക്ഷാമബത്തയും സഹായധനവും കുന്തവും കൊടച്ചക്രവും എല്ലാം ഉണ്ടായിരുന്നല്ലോ. വൈജയന്തി അസൂയയുടെ പുകച്ചിലോടെ പറഞ്ഞു. ആ, അതുകൊണ്ടാ ഞങ്ങൾ അലീന ചേച്ചിയുടെ പേരു മാത്രം ഓർത്തിരിക്കുന്നത്. ബബിത തട്ടിവിട്ടു. വേലക്കാരിയും കൂലിക്കാരിയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് നിന്നെയൊക്കെ പ്രസവിച്ച് നിന്റെയൊക്കെ മലവും മൂത്രവും വാരി ഈ വീട്ടിലെ സകല ജോലികളും ചെയ്ത നിന്റെ പെറ്റ തള്ളയ്ക്കിപ്പോ അലീന ചേച്ചിയുടെ അത്രയും വിലയില്ല അല്ലേടി? സുല്ല്. ബബിത വൈജയന്തിയുടെ നേർക്ക് കൈകൂപ്പി. നമ്മളെ അടിക്കാതെ വിട്ടേക്കണേ. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കള ജോലി ചെയ്യേണ്ട കാര്യമൊന്നും ഈ വീട്ടിലെ കുട്ടികൾക്കില്ല. അവൾക്ക് കാലും നീട്ടിയിരുന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പലതും പറഞ്ഞു മയക്കി ഇവിടുത്തെ വീട്ടുജോലികളെല്ലാം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവളുടെ ഭരണപരിഷ്കാരങ്ങളൊന്നും ഈ വീട്ടിൽ വേണ്ട. വൈജയന്തിയ ഇവിടുത്തെ കുടുംബനാഥ. നാളെ മുതൽ 5:30 മണിക്ക് എണീറ്റാ മതി നിങ്ങൾ. ബബിത പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അരമണിക്കൂർ നേരത്തെ എണീറ്റാൽ ആകാശം ഇടിഞ്ഞു വീഴുമായിരിക്കും. ഞാൻ പറയുന്നതങ്ങ് അനുസരിച്ചാ മതി. മനസ്സിലായോടി? ബബിത പിന്നെയൊന്നും മിണ്ടിയില്ല. നേരെ പോയി കട്ടിലിൽ കയറി കിടന്നു. കൃഷ്ണജ സഹതാപത്തോടെ വൈജയന്തിയെ നോക്കി നിന്നു. അമ്മ എന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നേ? ചുമ്മാതെയാണോടി? നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാനുണ്ട്. ആ സമയത്ത് അടുക്കളപ്പണിയും വീട്ടുപണിയും ചെയ്തോണ്ടിരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ? പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഈ വീട്ടിലെ പണികളെല്ലാം ഞങ്ങൾ എല്ലാരും കൂടി നല്ല രസമായിട്ട് ചെയ്തോണ്ടിരുന്നതാ. ഞാനും ബബിതേച്ചിയും രോഹിയേട്ടനും അലീന ചേച്ചിയും കൂടി ഒത്തുകൂടിയാ പടപടേന്ന് തീരും എല്ലാ പണിയും. പഠിക്കാനൊക്കെ മുൻപത്തേക്കാൾ സമയമുണ്ടായിരുന്നു. പഠിക്കാൻ എത്ര സമയം കൂടുതൽ കിട്ടിയാ എന്താ കുഴപ്പം? അതുപോലെ തന്നെ രോഹിത്തിനെ കൊണ്ട് നിങ്ങൾ അടുക്കളപ്പണി ചെയ്യിച്ചത് വലിയ കേമമാണെന്നാണോ വിചാരം? ഞാൻ കണ്ടു നിന്റെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിക്കുന്നത്. അവനൊരാണല്ലേടി. ആമ്പിള്ളേര് വീട്ടുജോലി ചെയ്താ എന്താ? അവരുടെ കൈ ഉളുക്കിപ്പോകുമോ? അന്യ വീട്ടിലൊന്നും അല്ലല്ലോ, സ്വന്തം വീട്ടിലല്ലേ. സ്വന്തം അനുജത്തിമാരെ സഹായിക്കാനല്ലേ. രോഹിയേട്ടനാണെങ്കിൽ ചോറും കറിയും സാമ്പാറും പുളിശ്ശേരിയും എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നു. നല്ല രുചിയായിട്ട് അവിയല് പോലും വെക്കും. അലീന ചേച്ചി പഠിപ്പിച്ചതാ. അവളുടെ പേര് പറയില്ലേ പെണ്ണെ, എനിക്ക് കലി കയറും. വൈജയന്തി കോപത്തോടെ അവളെ തറച്ചു നോക്കി. ആൺകുട്ടികള് പാചകം പഠിച്ചു വെച്ച എന്താ കുഴപ്പമെന്ന് നിനക്കറിയാമോ? അവനൊക്കെ പെണ്ണ് കെട്ടുമ്പോ അച്ചിമാർക്ക് വെച്ചു വിളമ്പേണ്ടി വരും. രുചിയായിട്ട് വല്ലതും വച്ചുണ്ടാക്കാൻ അറിയുന്ന ആണുങ്ങൾക്ക് അവരുടെ ഭാര്യമാര് വെച്ചുകൊടുത്ത ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവരുടനെ അവളുമാരെ പാചകം പഠിപ്പിക്കാൻ ഇറങ്ങും.
അത് തന്നെ തരണമെന്ന് കണ്ട് അവളൊക്കെ ഇണക്കത്തിൽ ഒട്ടി നിന്ന് ജോലി ചെയ്യിക്കുകയും ചെയ്യും. എന്നാൽ എന്താ കുഴപ്പം? കൃഷ്ണജ ചോദിച്ചു. നിന്റെ അച്ഛനോട് ചെന്ന് ചോദിക്ക്. ആ മനുഷ്യൻ ഇന്നേ വരെ ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ്സെങ്കിലും കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ? അച്ഛനെ പഠിപ്പിക്കാൻ ഒരു അലീന ചേച്ചി ഇല്ലാതെ പോയി. രോഹിത്തിനെ പഠിപ്പിച്ച നേരത്ത് ആവാമായിരുന്നല്ലോ. അതെങ്ങനെ നടക്കും? നിങ്ങളെ 3 പേരെയും വീട്ടുജോലി ചെയ്യിക്കാൻ ഏൽപ്പിച്ചിട്ട് അങ്ങേരും അവളും കൂടി. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മ പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അത്രയും കുറച്ച് പൊല്യൂഷനല്ലേ ഈ വീട്ടിലുണ്ടാവൂ. അതും പറഞ്ഞ് കൃഷ്ണജ തിരിഞ്ഞൊറ്റ നടത്തം. വൈജയന്തിക്ക് കാലിന്റെ പെരുവിരൽ മുതൽ പെരുത്തു കയറി വന്നെങ്കിലും പണിപ്പെട്ടതടക്കി. ബബിതയും കൃഷ്ണജയും കൂടി 6:30 മണിക്ക് മുറ്റമടിക്കാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഹോം നഴ്സ് സുനിത ആ ജോലി പകുതിയോളം തീർത്തു കഴിഞ്ഞു. നിങ്ങളോട് ആര് പറഞ്ഞു മുറ്റം തൂക്കാൻ? ബബിത ചോദിച്ചു. ജയന്തി ചേച്ചി, സുനിത പറഞ്ഞു. മുറ്റം തൂക്കലാണോ ഹോം നഴ്സിന്റെ ജോലി? എനിക്ക് ഡെയിലി 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബബിതയും കൃഷ്ണജയും മുഖത്തോട് മുഖം നോക്കി. ഇവിടുത്തെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ 100 രൂപ തരാം ഡെയിലി. ചെയ്യാമോ? ബബിത ഒച്ചയെടുത്തു. എന്റെ കുഞ്ഞെ, ഞാനൊരു ശമ്പളക്കാരി. എന്നെ ജോലിക്ക് വെച്ചയാൾ ചെയ്യാൻ പറയുന്നു. എന്റെ കഷ്ടപ്പാട് കാരണം ഞാൻ അനുസരിക്കുന്നു. ബബിത ഉടൻ വൈജയന്തിയെ സമീപിച്ചു. 50 രൂപ വെച്ച് ഞങ്ങൾക്ക് താ. ഞങ്ങൾ ദിവസം 2 തവണ മുറ്റം തൂക്കാം. നിങ്ങളുടെ ജോലി പഠിക്കാനുള്ളതാ, അതങ്ങു ചെയ്താ മതി. വൈജയന്തി അവളുടെ നാവടച്ചു കളഞ്ഞു. രോഹിത് ഇടയ്ക്ക് കിച്ചണിൽ വന്നപ്പോൾ അടുക്കള ഭാരം അമ്മ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് മനസ്സിലാക്കി. അവൻ അനുജത്തിമാരെ സമീപിച്ച് ചോദിച്ചു. അമ്മ ഒരട്ടിമറി നടത്തി സാമ്രാജ്യം തിരിച്ചുപിടിച്ച ലക്ഷണമാണല്ലോ. അലീന ചേച്ചിയോടുള്ള വാശിയാ രോഹിയേട്ടാ. ബബിത പറഞ്ഞു. ശരി, നടക്കട്ടെ. രോഹിത് പിൻവാങ്ങി. അലീന ചേച്ചിയോടുള്ള വാശിയാ രോഹിയേട്ടാ. ബബിത പറഞ്ഞു. ശരി, നടക്കട്ടെ. രോഹിത് പിൻവാങ്ങി. വീട്ടിലെ ഭരണമാറ്റം ബാലചന്ദ്രമേനോനും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നതായിരുന്നു അയാളുടെ ആശങ്ക. പ്രത്യക്ഷത്തിൽ വൈജയന്തിയെ കുറ്റപ്പെടുത്താൻ കാരണമൊന്നുമില്ല. കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ട് അവൾ വീട്ടുജോലി ചെയ്യുന്നത് തികച്ചും സ്വാഭാവികം. എന്നാൽ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർവാശി കുടുംബാന്തരീക്ഷത്തെ ശിഥിലമാക്കുമെന്ന് അയാൾ ഭയന്നു. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും വൈജയന്തി സുനിതയുടെ കൂട്ടുപിടിച്ച് വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിരുന്നു. മുഷിഞ്ഞ ഡ്രസ് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഉണങ്ങാനിട്ടു. കുട്ടികളുടെ ഡ്രസ്സ് വൈജയന്തി തന്നെ അയൺ ചെയ്തു വെച്ചു. രാത്രി ഭക്ഷണം ഉണ്ടാക്കാനും അവൾ കുട്ടികളെ അനുവദിച്ചില്ല. അലീന TV കാണാൻ അനുവദിച്ച 9:30 മണി എന്ന സമയം 7 മണിയിലേക്ക് വൈജയന്തി മാറ്റി. 7:30 മുതൽ 8:30 വരെ പഠിത്തം, പിന്നെ അത്താഴം. അതിനുശേഷം രോഹിത്തും ബബിതയും കൃഷ്ണജയും ബാലചന്ദ്രമേനോനും കൂടി ലിവിംഗ് റൂമിൽ പോയിരുന്ന് സംസാരിച്ചു. വൈജയന്തി അവിടേക്ക് ചെന്നു. അത്താഴം കഴിഞ്ഞ പിന്നെ എവിടെയെങ്കിലും മാറിയിരുന്ന് സൊല്ലിയാ മതിയോ? പഠിക്കാനൊന്നുമില്ലേ നിങ്ങൾക്ക്? വല്ല തേവിടിശികളും വന്ന് ഈ വീട്ടിൽ ഉണ്ടാക്കി വച്ച ചീത്ത ശീലങ്ങളൊന്നും ഇനി ഇവിടെ നടപ്പില്ല. 10:30 വരെ ഉറക്കളച്ചിരുന്ന് പഠിച്ചോളണം 3 പേരും. ബബിതയും രോഹിത്തും പരസ്പരം നോക്കി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് 1/2 മണിക്കൂർ സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതാ പറഞ്ഞത്, അവളുടെ ഭരണപരിഷ്കാരമൊന്നും ഇവിടെ വേണ്ടാന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര പറയാനുള്ളത്? നാട്ടുകാരുടെ പരദൂഷണമോ അതോ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സില്ലി തിങ്സോ? അതൊക്കെ അവിടെ ഇട്ടിട്ട് പോരണം, വൈജയന്തി പറഞ്ഞു. ബബിതയുടെ മുഖം മുറുകി. അവൾ ബാലചന്ദ്രമേനോനെ നോക്കി. അച്ഛനതിലൊന്നും പറയാനില്ലേ? അച്ഛനാണോ അമ്മയാണോ ഇവിടുത്തെ കുടുംബനാഥൻ? ബബിതയുടെ ചോദ്യം ബാലചന്ദ്രമേനോനെ തെല്ലു ക്ഷീണിപ്പിച്ചു. കലാപത്തിന് തിരികൊളുത്തുകയാണെന്ന് അവൾക്കറിയില്ല. വെട്ടൊന്ന് മുറി 2 എന്നാണ് അവളുടെ സ്വഭാവം. ബാലചന്ദ്രമേനോന്റെ മൗനം ബബിതയെ രോഷാകുലയാക്കി. ഞങ്ങളെ കൺഫ്യൂഷനിലാക്കരുതേ അച്ഛ. ഒന്നുകിൽ അച്ഛൻ പഞ്ചപുച്ഛമടക്കി അമ്മ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ അടി കൊടുത്തിട്ടായാലും ശരി അമ്മയെ കൊണ്ട് അനുസരിപ്പിക്കണം. അതിന് ചൊണയുണ്ടോ അച്ഛന്? ബാലചന്ദ്രമേനോൻ സ്തബ്ധനായിപ്പോയി. അപ്പോഴേക്കും വൈജയന്തിയുടെ പ്രത്യുത്തരം വന്നു. വൈജയന്തി അനുസരിപ്പിക്കണമെങ്കിൽ നിന്റെ അച്ഛൻ വേറൊരു ജന്മം ജനിക്കണം. ഒരു ഭർത്താവിന്റെ കടമ വേണ്ട പോലെ ചെയ്യുന്നവന് മാത്രമേ ഭാര്യയെ അനുസരിപ്പിക്കാൻ അധികാരമുള്ളൂ. രാത്രിതോറും ഒരു ഭീരുവിനെ പോലെ കോണിപ്പടി കയറി ഗസ്റ്റ് റൂമിലെത്തി വാതിലടയ്ക്കുന്ന ഭർത്താവിന് അതിനുള്ള യോഗ്യതയില്ല.
ആണിയടിച്ചതുപോലെ വൈജയന്തിയുടെ വാക്കുകൾ ബാലചന്ദ്രമേനോൻ ശിരസിൽ വീണു തറഞ്ഞു. ബാലചന്ദ്രമേനോൻ തന്റെ മക്കളെ നോക്കി. സ്തംഭിച്ചു നിൽക്കുകയാണ് 3 പേരും. അവരുടെ ദൃഷ്ടികൾ മെല്ലെ തന്റെ നേർക്കു തിരിയുന്നത് അയാൾ കണ്ടു. അമ്മ മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛന്റെ ഭർതൃപദവിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അച്ഛന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അച്ഛന്റെ പുരുഷത്വത്തെ അവഹേളിച്ചിരിക്കുകയാണ്. അച്ഛന് ഇതിനൊരു മറുപടി ഇല്ലേ എന്നാണ് കുട്ടികളുടെ നോട്ടത്തിന്റെ അർത്ഥം. മറുപടിയുണ്ട്. ബാലചന്ദ്രമേനോൻ പാദം മുതൽ നെറുക വരെ ചോര തിളച്ച് നീരാവിയായിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അച്ഛന്റെ അഭിമാനത്തെയും ആണത്വത്തെയും അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഈ അമ്മ വിവാഹത്തിന് മുൻപ് മറ്റൊരു പുരുഷനുമൊത്ത് ജീവിച്ചവളാണ്. ഇവൾ നിങ്ങളുടെ അമ്മ 24 വർഷം മുൻപ് നെയ്യാറ്റിൻകരയിലെ ഒരു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞിനെ പിഴച്ചു പ്രസവിച്ചവളാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ആ രഹസ്യം മറച്ചുവെച്ച് നിങ്ങളുടെ അച്ഛനെ വഞ്ചിച്ചവളാണ്. അവൾ പ്രസവിച്ച കുഞ്ഞ് എവിടെയെന്ന് നിങ്ങൾക്കറിയണ്ടേ? അവളാണ് 3 ദിവസം മുൻപ് വരെ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അലീന ചേച്ചി. ഇത് മതിയോ മറുപടി? മക്കൾ 3 പേരും നടുങ്ങിത്തെറിച്ചു നിൽക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ വൈജയന്തിയുടെ നേർക്ക് നോക്കുന്നുണ്ട്. വൈജയന്തി രക്തം വാർന്നു വിളറി ഒരു പ്രേതരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് തന്റെ വിജയമുഹൂർത്തം. ഇനി ജീവിതത്തിൽ ഒരിക്കലും തന്നെ തോൽപ്പിക്കാൻ, തന്റെ നേർക്ക് തലയുയർത്തി ഒന്ന് നോക്കാൻ വൈജയന്തി എന്ന ഈ കപട മുഖം മൂടിക്ക് കഴിയില്ല. ഇനി ഒരിക്കലും മക്കളുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ അവൾക്ക് സാധ്യമല്ല. ഇനി ഒരിക്കലും ബാലചന്ദ്രമേനോന്റെ ഭാര്യ എന്ന പദവിക്ക് അവൾ അർഹയല്ല. ഈ വീട്ടിനുള്ളിൽ നിന്ന് തല കുനിച്ചിറങ്ങിപ്പോവുകയല്ലാതെ അവളുടെ മുൻപിൽ മാർഗമൊന്നുമില്ല. 2-4 നിമിഷങ്ങളുടെ ക്രോധാഗ്നിയിൽ എരിഞ്ഞുകൊണ്ട് ബാലചന്ദ്രമേനോൻ ഈ മായക്കാഴ്ചകളെല്ലാം കണ്ടു, അനുഭവിച്ചു. ഏറ്റവും ഒടുവിൽ ഏതോ ഒരു കോണിൽ നിറമിഴികളോടെ തകർന്നു നിൽക്കുന്ന അലീനയുടെ രൂപവും അയാൾ കണ്ടു. ഒരു കുടുംബം തകർന്നു ചിതറുകയാണ്. വേണ്ട. ജ്വാലകൾ ക്രമേണ അമർന്നു. ക്രോധാഗ്നി കെട്ടടങ്ങി. ബാലചന്ദ്രമേനോൻ വൈജയന്തിയെ നോക്കി. വിജയശ്രീ ലാളിതയെപ്പോലെ അഹംഭാവത്തിൽ തലഞ്ഞെണിച്ചു നിൽക്കുന്നു. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയോടെ നിൽക്കുന്ന മക്കളുടെ നേർക്ക് അയാളുടെ നോട്ടം പാളി വീണു. നിസ്സഹായതയുടെ ഒരു മന്ദഹാസം അയാളുടെ ചുണ്ടുകളിൽ വന്നു വറ്റി വരണ്ടു. ഒരക്ഷരം പോലും മിണ്ടാതെ ബാലചന്ദ്രമേനോൻ അവരുടെ മുൻപിലൂടെ നടന്നുപോയി. കോണിപ്പടിയിൽ അയാളുടെ കാലൊച്ച നേർത്തു വന്നു. മുകളിൽ ഗസ്റ്റ് റൂമിലെ വാതിലടയുന്ന ഒച്ചയും ഒടുവിൽ കേട്ടു. ബബിത സാവധാനം പിന്തിരിഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. രോഹിത്തും കൃഷ്ണജയും പതിയെ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. വൈജയന്തി എന്തെന്നില്ലാത്ത സംതൃപ്തിയോടെ അല്പസമയം കൂടി അവിടെ തന്നെ നിന്നു. രോഹിത്ത് ബബിതയുടെ മുറിയിൽ ചെന്ന് അവളെ ശകാരിക്കുകയായിരുന്നു. നിന്റെ നാക്കിനെല്ലില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു വഴക്കുണ്ടായത്? ഞാൻ എന്തു ചെയ്തു? നമ്മളെല്ലാരും കൂടി അച്ഛന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ കയറി ഭരിക്കാൻ വന്നു. അച്ഛനല്ലേ അമ്മയെ നിയന്ത്രിച്ചു നിർത്തേണ്ടത്? അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അച്ഛൻ പറഞ്ഞ അമ്മ അനുസരിക്കോ? സാക്ഷാൽ ഈശ്വരൻ അമ്മയുടെ അടുത്ത് വന്ന് ന്യായം പറഞ്ഞ അമ്മ കേൾക്കോ? അങ്ങോട്ട് തർക്കിച്ച് നിൽക്കും. ഞാൻ അച്ഛനെ ഒന്ന് എരികേറ്റി നോക്കിയതാ. മക്കളുടെ മുൻപിൽ വെച്ച് അമ്മയെ തല്ലാൻ പറ്റുമോ അച്ഛന്? എന്നാൽ അടങ്ങുമോ അമ്മ? അച്ഛന് ഭയങ്കര വിഷമായി പോയല്ലേ രോഹിയേട്ടാ? ബബിത നഖം കടിച്ചുകൊണ്ട് വല്ലായ്മയോടെ ചോദിച്ചു. പിന്നെ ഇല്ലേ, അമ്മ കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി. അച്ഛനാകെ ഐസായി പോയി. പക്ഷെ അച്ഛന് ശരിക്കും ദേഷ്യം വന്നായിരുന്നു. തീപ്പൊരി ചിന്നുന്ന പോലൊരു ഭാവം അച്ഛന്റെ കണ്ണിൽ ഞാൻ കണ്ടതാ. എന്തു ചെയ്യാനാ? അച്ഛനും ധൈര്യമില്ലാതെ പോയി. ഓ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ കിടന്നുറങ്ങാൻ നോക്ക്. രോഹിത്ത് അവളുടെ തോളത്ത് തട്ടി. രോഹിത്തേ. വൈജയന്തിയുടെ വിളി കേട്ട് രോഹിത്ത് ഞെട്ടിത്തിരിഞ്ഞു. വാതിൽക്കൽ അമ്മ. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? ഒന്നുമില്ല. ബബിതയുടെ റൂമിലെന്താ നിനക്ക് കാര്യം? എനിക്ക് അവളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊക്കെ പകല്. രാത്രി അസമയത്ത് ഇതൊന്നും ശരിയല്ല. രോഹിത്ത് അമ്പരന്നു. അവൻ അമ്മയുടെ നേർക്ക് ഒന്ന് നോക്കിയിട്ട് മുറിവിട്ടിറങ്ങി. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ, ബബിത വിളിച്ചു. എന്താടി? ഏതൊന്നും ശരിയല്ലെന്നാ അമ്മ പറഞ്ഞത്. ആങ്ങളെയായാലും പെങ്ങളായാലും പ്രായം തികഞ്ഞ ഒരകലം വേണം. ഞങ്ങൾ തമ്മിലുള്ള അകലം നോക്കാനാണോ അമ്മ ഇത്രയും നാളും വാടക വീട്ടിൽ പോയി ഒറ്റയ്ക്ക് താമസിച്ചത്? അതിന്റെ കുഴപ്പങ്ങൾ പലതും ഇവിടെ കാണാനുണ്ട്. രോഹിയേട്ടൻ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചതാണോ വലിയ കുറ്റായി പോയത്?
കൊല്ലപ്പള്ളിയിൽ അമ്മ ആങ്ങളമാരെ പേടിച്ച് എത്രമാത്രം അകലം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൃത്യം അളവൊന്നു പറഞ്ഞേ. അവിടെയും അതേ അകലം തന്നെ പാലിക്കാം. കന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു നിന്റെ ചെകിട് പുകയ്ക്കും ഞാൻ, വൈജയന്തി ഭീഷണിപ്പെടുത്തു. ബബിത ദേഷ്യത്തിൽ തലവഴി പുതപ്പിട്ട് മൂടിക്കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബബിതയുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് നമ്പർ നോക്കി. അലീന ചേച്ചിയുടെ നമ്പർ. ധൃതിയിൽ അത് മേശപ്പുറത്തു നിന്നും എടുക്കുന്നതിനിടയിൽ താഴെ വീണ് ഓഫായി. സെറ്റെടുത്ത് ഓൺ ചെയ്ത ശേഷം അവൾ ചെന്ന് വാതിലടച്ചു. വീണ്ടും ഫോണിൽ റിംഗ് ട്യൂൺ കേട്ടു. അലീന ചേച്ചി. ബബിത കോൾ അറ്റൻഡ് ചെയ്തു. നീ എന്തു ചെയ്യുക മോളെ അവിടെ? ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ധൃതി പിടിച്ചെടുത്തപ്പോ എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയി. വേഗം വേഗം പറ, എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ? ഇവിടുത്തെ ഇന്നലെ വരെയുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ജോലിക്ക് പോയോ? പോയി. അലീന ചേച്ചിക്ക് അവിടുത്തെ ജോലി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് വരികയാ. വലിയ പ്രയാസമുള്ള ജോലിയാണോ? ഇല്ലെന്നേ, ഒരുപാട് ജോലി ഒന്നുമില്ല. ജോലി ഇല്ലാത്തതാ എന്റെ വിഷമം. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം. അതിനൊരു കാര്യം ചെയ്താൽ മതി. 25 ഉണ്ടക്കല്ല് പെറുക്കിയെടുത്തോണ്ട് വന്ന് മേശവലിപ്പിൽ വയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് മേശക്കാലിന്റെ ചുവട്ടിൽ വയ്ക്കണം. 25 തീരുമ്പം പിന്നെ ഓരോന്നെടുത്ത് മേശവലിപ്പിൽ വയ്ക്കണം. തുടരെ തുടരെ ജോലിയും ചെയ്യാം. കുനിഞ്ഞും നിവർന്നും നല്ല വ്യായാമവും കിട്ടും. പറഞ്ഞിട്ട് ബബിത അടക്കി ചിരിച്ചു. അയ്യോടി തമാശ. അലീന ചേച്ചിയുടെ അഡ്രസ് ഒന്ന് തരുമോ? എന്തിനാ? എനിക്കൊന്ന് കാണണമെങ്കിൽ അങ്ങോട്ട് വരാല്ലോ. അഡ്രസ് അച്ഛനോട് ചോദിച്ചാ മതി. വലിയ പോസ് എടുക്കല്ലേ. അഡ്രസ് കണ്ടുപിടിക്കാനൊക്കെ എനിക്കറിയാം. പത്രത്തിലൊരു ഫോട്ടോയും പരസ്യവും കൊടുത്താൽ മതി. ഈ ഫോട്ടോയിൽ കാണുന്ന അലീന എന്ന പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ താഴെ പറയുന്ന വിലാസത്തിൽ. ഓക്കെ, സമ്മതിച്ചു. വലിയ ബുദ്ധിശാലി തന്നെ. നീ അവിടെ എന്ത് ചെയ്യുകയാ? കിടക്കുമായിരുന്നോ? കിടന്നു. രോഹിത്തും കൃഷ്ണമോളുമോ? അറിയില്ല, കിടന്നു കാണും. അതെന്താ അറിയാത്തത്? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലേ? ഇല്ല. എന്താടി നിന്റെ സ്വരത്തിന് വല്ലായ്മ? ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇന്നലെ വിളിച്ചപ്പോ. ഒന്നുമില്ല അലീന ചേച്ചി. അല്ല ഉണ്ട്, നീ എന്നോട് പറയാത്തതാ. എന്താ പ്രശ്നം? അലീന ചേച്ചിയുടെ ടൈം ടേബിൾ എല്ലാം അമ്മ ഇവിടെ വന്ന് പൊളിച്ചടുക്കി. അതിനെന്താ? അമ്മയുടെ ടൈം ടേബിളിനനുസരിച്ച് എല്ലാം ചിട്ടപ്പെടുത്തണം. നമുക്ക് കാര്യം നടന്നാ പോരെ? അമ്മയ്ക്ക് അലീന ചേച്ചിയോടുള്ള വാശിയാ. ഞങ്ങളെ കിച്ചണിൽ കയറ്റുന്നില്ല. മുറ്റവും വീടും തൂത്തു തുടയ്ക്കാൻ സമ്മതിക്കണില്ല. ഒരു പണിയും ചെയ്യിക്കണില്ല. അതൊന്നും സാരമില്ല മോളെ. നിങ്ങളോടല്ലല്ലോ ദേഷ്യം, എന്നോടല്ലേ. അമ്മയോട് വഴക്കിന് നിൽക്കണ്ട. നിങ്ങൾ പഠിച്ചാ മതി. ഇന്നിവിടെ വഴക്കുണ്ടായി അലീന ചേച്ചി. അതും ഞാൻ കാരണം. ബബിത കുറച്ചു മുൻപ് ലിവിംഗ് റൂമിൽ വെച്ചുണ്ടായ വഴക്കിനെ പറ്റി അലീനയോട് വിവരിച്ചു. സാരമില്ല, ഒന്നും സാരമില്ല. നീ മനസ്സ് കൈവിടാതിരുന്നാൽ മതി. അലീന ആശ്വസിപ്പിച്ചു. എന്തോ ഇതെല്ലാം ശരിയാവാൻ പോണില്ല അലീന ചേച്ചി. എനിക്ക് ഭയങ്കര നിരാശ തോന്നാ. എന്തിന്? ഇവിടെ ശ്രദ്ധിക്ക്. ഞാനില്ലേടി നിങ്ങളുടെ കൂടെ. എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ. നിനക്ക് കാണണമെന്ന് പറഞ്ഞാ ഞാനങ്ങ് വരികയും ചെയ്യും. വീട്ടിലല്ല, സ്കൂളിലോ ടൗണിലോ എവിടെയെങ്കിലും. ബബിത ദീർഘായൊന്ന് നിശ്വസിച്ചു. ഉറങ്ങിക്കോ. ഒരിക്കൽ കൂടി അലീനയുടെ സ്വരം അവൾ കേട്ടു. അവൾ അറിയാതെ തന്നെ എപ്പോഴോ കോൾ കട്ടായി.